എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്സെ ബഡാ ഷോ മാൻ അല്ലേ. അതിൽ ഈ കയ്യിൽ രണ്ടാമത്തെ പാഠമാണ് പഠിക്കുന്നത്. सबसे बड़ा शो मैन एक पाठभाग विश्व के बड़े कलाकारों में एक सर चार्ल्स स्पेंसर चैपलिन की जीवनी का एक अंश है. इसका लेखक गीत चतुर्वेदी है. तुम चार्ली चैपलिन के बारे में सुनते हो. चार्ली चैपलिन कौन थे? चार्ली चैपलिन का जन्म 16 अप्रैल 1889 को हुआ है. चार्ली चैपलिൻ്റെ ജനനം 1889 ഏപ്രിൽ മാസം 16-ാം തീയതി ആയിരുന്നു അദ്ദേഹം ജനിച്ചത്. वे एक हास्य अभिनेता, फिल्म निर्देशक, संगीतज्ञ, फिल्म निर्माता आदि के रूप में मशहूर थे. फिल्म हास्य अभिनेताവ്, ഫിലിം ഡയറക്ടർ, സംഗീതജ്ഞൻ, അതുപോലെ ഫിലിം നിർമ്മാതാവ് തുടങ്ങിയ രൂപങ്ങളിലെല്ലാം അദ്ദേഹം വളരെയധികം പ്രസിദ്ധനായിരുന്നു. अमेरिकी सिनेमा के क्लासिक तथा हॉलीवुड युग के प्रारंभ से मध्य तक उनका योगदान रहा. അമേരിക്കൻ സിനിമയിലെ ക്ലാസിക് ഹോളിവുഡ് യുഗത്തിലെ ആരംഭം മുതൽ മധ്യ കാലഘട്ടം വരെ അദ്ദേഹത്തിന് ഇതിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. एक शिशु कलाकार से लेकर 88 वर्ष की आयु तक वे एक क्षेत्र में सक्रिय थे. 25 दिसंबर 1977 को इस महान कलाकार का निधन हुआ. 1977 ഡിസംബർ മാസം 25-ാം തീയതി ഈ മഹാ കലാകാരൻ മരണമടയുകയും ചെയ്തു. ചാർലി ചാപ്ലിൻ്റെ ജീവനെയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞൊരു സെൻറ്റൻസ് പുസ്തകത്തിലുണ്ട്. മുझे बारिश में चलना पसंद है. എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമാണ്. മേരെ ആംസു ജോ നഹീൻ ദേഖ് പാത്താ ഹേ കോയി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കണ്ണുനീര് ആരും കാണില്ലല്ലോ. ചാർലി ചാപ്ലിൻ്റെ ഒരു വചനമാണ്. സബ്സെ ബഡാ ഷോ മൈൻ. निकलो. गाते गाते अचानक माम की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. പാടിക്കൊണ്ടിരുന്ന അമ്മയുടെ ശബ്ദം, ചാർലി ചാപ്ലിൻ്റെ അമ്മയുടെ ശബ്ദം പെട്ടെന്ന് എന്ത് ചെയ്തു? ഫട്കർ ഇടറുക, ഇടറി ഫുസ്ഫുസാഹട്മേ, ഫുസ്ഫുസാഹട് എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുക, കുശുകുശുക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഫുസ്ഫുസാഹട്മേ തബ്ദീൽ ഹോ ഗയി. തബ്ദീൽ ഹോന ടു ചേഞ്ച്, ബദൽന എന്നൊക്കെ അർത്ഥം. പാടിക്കൊണ്ടിരുന്ന അമ്മയുടെ ശബ്ദം ഇടറി പിറുപിറുത്തായി മാറുകയും ചെയ്തു. ലോഹോങ്കോ ലഹ, ആൾക്കാർക്ക് തോന്നി. കി, അതായത് മൈക്ക് മേം കുച്ച് ഖരാബി ആ ഗൈ ഹേ, മൈക്കിനെന്തോ കുഴപ്പമാണെന്നാണ് സദസ്സിൽ നിന്ന് ആൾക്കാർ വിചാരിച്ചത്. പർ ഫുസ്ഫുസാഹട് ജാരി തീ, പക്ഷേ ഈ പിറുപിറുക്കൽ ജാരി ടു കണ്ടിന്യൂ അല്ലേ, ഈ പിറുപിറുക്കൽ വീണ്ടും തുടർന്നുകൊണ്ടേ ഇരുന്നു. ലോക് ചില്ലാനെ ലഹേ, സദസ്സിലിരുന്ന ആൾക്കാർ ബഹളം വയ്ക്കാൻ തുടങ്ങി. ലോക് ചില്ലാനെ ലഹേ, ആൾക്കാർ ബഹളം വയ്ക്കാൻ തുടങ്ങി. കഹിംസെ കുച്ച് ലോക് മ്യാവ് മ്യാവ് കി ആവാസ് നിഹാൽനെ ലഹേ. ആ സമയത്ത് സദസ്സിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് ആൾക്കാരെന്ത് ചെയ്തു? മ്യാവ് മ്യാവ് എന്നുള്ള ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഇസ് അഭദ്ര शोर ने माम को स्टेज से हटने का मजबूर कर दिया. ഈ അഭദ്ര ഷോർ ബഹളം, അഭദ്ര ഷോർ എന്ന് പറഞ്ഞാൽ അശുഭകരമായ ഈ ബഹളം അമ്മയെ സ്റ്റേജിൽ നിന്നും പുറത്തു പോകാൻ മസ്ബൂർ കർദിയ, മസ്ബൂർ നിർബന്ധിതയായി. ബഹളം ഇങ്ങനെ അനിയന്ത്രിതമായപ്പോൾ അമ്മ സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് വന്നു. चार्ली को एक अक्सर अपने साथ थिएटर ले जाती थी. ചാർലി അമ്മ മിക്കവാറും തന്നോടൊപ്പം
തിയേറ്ററിലേക്ക് കൊണ്ടുപോയിരുന്നു. ഉസ് ദിൻ മാം ഉസ് ദിൻ ഫി പർദേ കെ പീച്ചെ കടാ വഹ് ആവാസ് കാ തമാശ കോ ദേഖ് രഹാ താ. ആ ദിവസവും എന്ത് ചെയ്തു? പർദേ കെ പീച്ചെ, കർട്ടന് പിറകിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? ആവാസ് കെ, ഈ ശബ്ദത്തിലെ തമാശ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ പോലത്തെ സ്റ്റേജിൻ്റെ പിറകിൽ നിന്ന് ഈ അമ്മയുടെ ശബ്ദത്തിലെ തമാശ അവൻ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. മാം और मैनेजर में बक्स होते देख वहाँ गया. ഇപ്പോൾ അമ്മയും ഈ മാനേജറും തമ്മിൽ ബഗസ് തർക്കം ഉണ്ടായപ്പോൾ ആ ഭാഗത്തേക്ക് ചാർലി ചാപ്ലിൻ വന്നു. मैनेजर ने चार्ली को माम के कुछ दोस्तों के सामने अभिनय करते देखा था. ഈ മാനേജർ ചാർലി ചാപ്ലിനെ അവൻ്റെ അമ്മയുടെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നതായിട്ട് കണ്ടിരുന്നു. വഹ് ഉസ് സ്റ്റേജ് ഫേജിലേക്ക് ജിത് കർനെ ലഹേ. അതുകൊണ്ട് ഈ മാനേജർ അവനെ സ്റ്റേജിലേക്ക് അയക്കാൻ അല്ലേ, ജിത് കർനെ ലഹ, ജിത് കർണ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക, ഈ കുട്ടിയെ സ്റ്റേജിലേക്ക് അയക്കാൻ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. മാം ഡർ ഗയി, അമ്മ ഭയന്നു പോയി, പേടിച്ചു പോയി. 5 साल का बच्चा इस उग्र फीड को झेल पाएगा. 5 വയസ്സ് പ്രായം മാത്രമുള്ള ഈ കുട്ടി ഈ തിരക്കിനെ എങ്ങനെയാണ് സഹിക്കുന്നത്? അല്ലേ, ഫീഡ് തിരക്ക്, ചേലിന സഹിക്കുക. ഈ വലിയ തിരക്കിനെ എങ്ങനെയാണ് സഹിക്കുന്നത് ജനക്കൂട്ടത്തെ? बहुत मुबाहिस के बाद वगदहा चार्ली को സ്റ്റേജ് पर ले गया. വളരെയധികം മുഹാബിസ് എന്ന് പറഞ്ഞാൽ തർക്കം, ബഗസ് അല്ലേ, വളരെയധികം തർക്കത്തിന് ശേഷം ചാർലി ചാപ്ലിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. और बजाब के कुछ शब्द कह उससे अकेला छोड़ आया. രക്ഷപ്പെടാനായി കുറച്ച് വാക്കുകൾ പറഞ്ഞതിന് ശേഷം അവനെ സ്റ്റേജിൽ എന്ത് ചെയ്തു? തനിച്ചാക്കി. അഖേല ഒറ്റയ്ക്ക് ചോടി ആയ അല്ലേ, ഒറ്റയ്ക്കാക്കിയ സ്റ്റേജിൽ. ദ്വിയെങ്കെ ഉട്ടെ ഹുയെ ചല്ലോങ്കെ ബീച്ച് ചാർലിനെ മഷ്കൂർ ഗീത് ജാക്ക് ജോൺസ് ഗാന ശുരു കിയ. ദ്വിയെങ്കെ ഉട്ടെ ഹുയെ, പുകപടലങ്ങളുടെ ചുരുൾക്കിടയിൽ മധ്യയിലൂടി, പുകപടലങ്ങളുടെ പറക്കുന്ന ചുരുൾക്കിടയിലൂടി നമ്മളെ ചാർലി ചാപ്ലിൻ എന്ത് ചെയ്തു? ജാക്ക് ജോൺസിൻ്റെ പാട്ട് പാടാൻ തുടങ്ങി. കുച്ച് ദേർ തക് ഓർക്കസ്ട്ര വാലെ ഉസ്കി ആവാസ് മേ ഉൻ ഗാനോं की धुन തലാശ് രഹേ. കുറച്ച് സമയം വരെ ഓർക്കസ്ട്രക്കാർ അവൻ്റെ ശബ്ദത്തിലെ ആ പാട്ടിൻ്റെ സ്വരം അന്വേഷിച്ചു കൊണ്ടിരുന്നു ഓർക്കസ്ട്രക്കാർ. പിന്നീട് സംഭവിച്ചു, ബാഗ് ജൈസേ മിലി, പിന്നീട് അവർക്ക് അത് കിട്ടുകയും എന്ത് ചെയ്തു? ഗാന സജ്നെ ലഹ, പാട്ട് വളരെയധികം ശോഭിക്കാൻ തുടങ്ങുകയും ചെയ്തു. അടുത്ത പാരഗ്രാഫ്. ഗാന അഭി ആദാഹി ഹുവാഥ. പാട്ട്, ചാർലി ചാപ്ലിൻ്റെ പാട്ട് പകുതിയായി കഴിഞ്ഞിരുന്നു. സ്റ്റേജ് पर पैसों की ബൗച്ചാർ ശുരു ഹോ ഗയി. ആ സമയത്ത് സ്റ്റേജിൽ പൈസയുടെ ഒരു ബൗച്ചാർ എന്ന് പറഞ്ഞാൽ വർഷം, കൂട്ടം അല്ലേ, പൈസയുടെ ഒരു കൂട്ടം തന്നെ എന്ത് ചെയ്തു? വന്നു വീഴാൻ തുടങ്ങി. സ്റ്റേജ് पर पैसों की ബൗച്ചാർ ശുരു ഹോ ഗയി, ശുരുവാന ആരംഭിക്കുക. ചാർലിനെ ഗാന രോക് ദിയ. അങ്ങനെ ആയപ്പോൾ നമ്മുടെ ചാർലി ചാപ്ലിൻ എന്ത് ചെയ്തു? പാട്ട് ഒന്ന് നിർത്തി. ആർ കോഷൻ ഗി, എന്നിട്ട് മൈക്കിലൂടി അനൗൺസ്മെൻറ്റ് ചെയ്തു. കോഷൻ അനൗൺസ്മെൻറ്റ് എന്ത് ചെയ്തു? പകലേ മേം ഏ പൈസയും ബഡൂരുങ്ക. ആദ്യം ഞാൻ ഈ പൈസകളെ ഒന്ന് ബഡൂറിനാസ്റ്റ് കളക്ട് അല്ലേ, ഈ പൈസ ഒന്ന് കളക്ട് ചെയ്യാം. ആ ഉസ്കെ ബാത് ഹി ഗാവുങ്ക, അതിനുശേഷം ഞാൻ വീണ്ടും പാടാം. ഇസ് ബാത്ത്, ഈ കാര്യം, ഇസ് ബാത്തിനെ ഹാക്കോ ഹംസിംഖർ മേം തബ്ദീൽ കർ ദിയ. നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ ഈ വാക്കുകൾ ഹാളിനെ ചിരിമന്ദിരമാക്കി അല്ലെങ്കിൽ ചിരി സദസ്സാക്കി
മാറ്റി. തബ് തക്ക് മാനേജർ ഏക്ക് റുമാൽ ലേക്കർ ആയ. ആ സമയത്ത് നമ്മുടെ മാനേജർ എന്ത് ചെയ്തു? റുമാൽ എന്ന് കർച്ചീഫ് എടുത്തുകൊണ്ട് വരികയും പൈസ ബഡോറിനെ ലഹ, അവിടെ കുന്നുകൂടിയ ആ പൈസ എന്ത് ചെയ്തു? കളക്ട് ചെയ്യാൻ തുടങ്ങി. ബഡോറിനെ ശേഖരിക്കുക അല്ലേ, അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ തുടങ്ങി. ചാർലിക്കോ ലഹ, ചാർലി ചാപ്ലിന് തോന്നി മാനേജർ കുത് പൈസ രഹിലേന ചകുത്താ ഹേ, അയാൾ ഈ പൈസ ഒറ്റയ്ക്ക് എടുക്കുമെന്ന് ആര് വിചാരിച്ചു? നമ്മളെ ചാർലി ചാപ്ലിൻ വിചാരിച്ചു. ഉസ്നെ एक बात शिकायती लगच में दर्शकों से कह दी. അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യം ഒരു ശികായത്ത് പരാതിയുടെ സ്വരത്തിൽ കാഴ്ചക്കാരുടെ മുന്നിൽ പറഞ്ഞു. ഒരു പരാതിയുടെ രൂപത്തിൽ ചാർലി ചാപ്ലിൻ കാഴ്ചക്കാരുടെ ഇടയിലേക്ക് പറഞ്ഞു. ഹംസി തബ് ഓർ ബഡ് ഗയി, ആ സമയത്ത് ചിരി എന്ത് ചെയ്തു? വർദ്ധിച്ചു. ജബ് റുമാൽ की पोटली में पैसा बांध बैक स्टेज की ओर जाते मैनेजर के पीछे ചാർലി വ്യാകുലത സേ ലഗ് ഗയ. അതായത് കർച്ചീപ്പിൽ പൊതിഞ്ഞ ആ പൈസയുമായിട്ട് മാനേജർ സ്റ്റേജിന് ബാക്കിലോട്ട് പോയപ്പോൾ അയാളുടെ പിറകെ ദുഃഖത്തോടു കൂടി ചാർലിയും പോയി. जब तक मैनेजर ने वह पोटली मांगे हवाल नहीम की वह नहीम लौटा. ആ മാനേജർ ആ പൊതി അമ്മയെ അല്ലേ, മാനേജർ ആ പൊതി അമ്മയെ ഏൽപ്പിക്കുന്നത് വരെ അയാൾ അവിടെ നിന്ന് തിരിച്ച് വന്നില്ല. അമ്മ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ആ കുട്ടി അവിടെ നിന്ന് തിരിച്ച് മടങ്ങിയുള്ളൂ. ഹവാല നികർന്ന് ഏൽപ്പിക്കുക, ഹവാല ഖർന ഏൽപ്പിക്കുക. पोटली പൊതി, पोटली മാംഗെ ഹവാല നഹീം की वह नहीं लौटा. വാപ്പസ് ആണ്, മടങ്ങി വരിക. മനസ്സിലായല്ലോ? നോക്കി അടുത്ത പാരഗ്രാഫ്. ചാർലിനെ ജനതാ മേം കുത്കുതി ഫൈൽ ദി थी. ചാർലി ചാപ്ലിൻ ആൾക്കാരുടെ ഇടയിൽ ആഹ്ലാദം ഇങ്ങനെ പരത്തിയിരുന്നു, ചിരി ആൾക്കാരുടെ ഇടയിൽ പരത്തിയിരുന്നു. ഉസ്കെ ബാദ് ഉസ്നെ ദർശകം സെ ബാത്ചീത് കി. അതിനുശേഷം ചാർലി ചാപ്ലിൻ കാഴ്ചക്കാരുമായിട്ട് സംസാരിച്ചു. നൃത്തം ചെയ്തു. ആർ അപ്പനി മാം സഗീത് കൈ ഗായകോങ്കി നഖൽ ഉദരി. എന്നിട്ട് തൻ്റെ അമ്മ ഉൾപ്പെടെ മറ്റുള്ള ഗായകരെ അനുകരിക്കുകയും ചെയ്തു. നഖൽ ഉദർന അനുകരിക്കുക, നഖൽ ഉദർന, അങ്ങനെ മറ്റുള്ള ഗായകരെ അനുകരിക്കുകയും ചെയ്തു. മാസൂമിയത്ത് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത. മാസൂമിയത്ത് മേം ഉസ്നെ തോടി ദേർ പകലെ ഫടി മാംഗോ ആവാസ് और उसके फुसफुसाने की फी नगल उदर थी. നിഷ്കളങ്കതയോടെ അല്പം മുമ്പ് അമ്മയുടെ ഇടറിയ ശബ്ദവും പിറുപിറുപ്പും അവനെന്ത് ചെയ്തു? അനുകരിച്ചു. मासूमियत में उसने थोड़ी देर पगले फड़ी माम की आवाज़ और उसकी फुसफुसाने कॉफ़ी नकल उतर दी. लोगों में टहाहों की इज़्ज़तदारी हुई. ഡഹഹാർ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരി, ഡഹാഹിന പൊട്ടിച്ചിരിക്കുക. ഇസേദാരി പങ്കാളിത്തം, ആൾക്കാരെല്ലാം പൊട്ടിച്ചിരിയിൽ പങ്കാളിയായി. ആ സ്റ്റേജ് പർ ജംകർ പൈസേ ബർസേ. അതിനിടെ സ്റ്റേജിലേക്ക് പൈസയുടെ ഒരു വർഷം തന്നെ ഉണ്ടായി. അന്തമേ മാം ജബ് ഉസ് ലേനെ ആയി തോ ദർശകോ നെ ദേർ തക് ഖഡേ ഹോക്കർ താലിയാം ബജായി. അവസാനം എപ്പോഴാണോ അമ്മ കുട്ടിയെ അവിടെ വന്ന് എടുത്തുകൊണ്ട് പോയത്, ആ സമയത്ത് ദർശകോനെ കാഴ്ചക്കാർ എഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്തു? താലിയാം ബജായി, കൈയടിച്ചുകൊണ്ടേയിരുന്നു. ആ കുട്ടിയെ സ്റ്റേജിൽ നിന്ന് കൊണ്ടുപോകുന്നത് വരെ ആ കാഴ്ചക്കാർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു കൊണ്ടേയിരുന്നു. താലിയാം ബജാന കൈയടിക്കുക. കൈ ലോഹംനെ മാംസെ ഹാത്ത് മിലാക്കർ ഉസ്കെ ചോട്ടെ ബച്ചോങ്കി താരിഫ് കി. ഒരുപാട് ആൾക്കാർ
അല്ലേ അമ്മയുടെ കൈ പിടിച്ച് എന്ത് ചെയ്തു? ആ കൊച്ചു കുട്ടിയെ പ്രശംസിച്ചു. താരിഫ് അല്ലേ, താരിഫ് കർണ പ്രശംസിക്കുക, താരിഫ് കർണ. चार्ली स्टेज पर पहली बार आया और माँ आखिरी बार. ചാർലി സ്റ്റേജിൽ ആദ്യമായി വന്നു, അമ്മ അവസാനമായും വന്നു. ദുനിയാ കെ സബ്സെ ബഡാ ഷോ മേൻ കാ യഗ് പഗലാ ഷോ ഥാ. ലോകത്തിലെ ഏറ്റവും വലിയ ആ മനുഷ്യൻ്റെ ആദ്യത്തെ ഷോ ആയിരുന്നു അത്. ഉസ്നെ ജന്മ ലേ ലിയാത്ത, അയാൾ അല്ലെങ്കിൽ അവൻ ജന്മമെടുത്ത് കഴിഞ്ഞിരുന്നു. ഗായേം കലാം ഖെ ബഹാനെ, ആ പാഠത്തിലെ നോട്ട്സാണ്. കുറച്ചുകൊണ്ട് ഇത് എഴുതിയെടുക്കണം. അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിൻ്റെ നോട്ട്സുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം.